ഇന്നും ചെറിയൊരു ഇഫ്താർ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ നോമ്പുള്ള ദിവസങ്ങളിൽ അത്തായൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാലാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും 7 മണിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. വീടിൻ്റെ സൈഡ് വയലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9:30 മണി വരെ കിടന്നുറങ്ങും. അപ്പോൾ അപ്പോഴേക്കും മോൾക്ക് സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ കൂടെ അതും കൂടി ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം നോമ്പ് തുറക്കാനായിട്ട് ഇന്ന് കൽമാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ പകുതി പച്ചരിയും പകുതി പുഴുങ്ങലരിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും റേഷൻ കടയിലെ അരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല പുഴുങ്ങലരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1/4 ഭാഗം പച്ചരിയും ബാക്കി ഭാഗം നല്ല അരിയും കൂടി ചേർത്താൽ മതി. ഇനി വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കാം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നല്ല ഐസാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നിസ്കാരവും ഓത്തുമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള 3 ഉള്ളിയാണ് ആദ്യം എടുത്തത്. അപ്പോൾ പിന്നെ അത് മസാല പോരാ എന്ന് തോന്നിയപ്പോൾ ഒരു ഉള്ളി കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളി ആയപ്പോൾ ഇതേപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. ഇത് അല്പം സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ അധികം എരിവൊന്നും വേണ്ടാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഐസൊക്കെ പോയ ശേഷം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറിയ ശേഷം ചെറുതാക്കിയിട്ട് ഇതേപോലെ ഒന്ന് നുള്ളിയെടുക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച പാനായിരുന്നു. അപ്പോൾ ഓർമ്മയില്ലാതെ ഈ ഉള്ളിയൊക്കെ ഇട്ടുപോയി. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും ചെയ്ത് വെച്ചിട്ട് പിന്നെ നേരെ നിസ്കരിക്കാൻ പോയി. അതിന് ശേഷമാണ് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. അപ്പോൾ ഇവിടെ 1/2 മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഉമ്മ ഇവിടെ രാത്രിയേക്കുള്ള കറിക്ക് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരിയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തേങ്ങയും ഉള്ളിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഇത് ചെറിയ തരികളോട് കൂടി അരച്ചെടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് അരിഞ്ഞു പോവരുത്. അപ്പോൾ ഇതേപോലെ ചെറിയ തരികൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അരിയൊക്കെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് പുഴുങ്ങലരിയും പച്ചരിയൊക്കെ കൂട്ടിയിട്ട് മില്ലിൽ നിന്നും പൊടിച്ചെടുത്തതാണ്.
അപ്പോൾ ഉമ്മ ഇവിടെ കറിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ നിന്നാണ് കറിയൊക്കെ വെക്കാറുള്ളത്. അനിയത്തി ഇവിടെ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ആദ്യം കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം ഓരോ നാരങ്ങയുടെ വലുപ്പത്തിൽ ബോൾസാക്കി എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കൂടുതൽ തടിയും അധികം തിന്നായി പോകാനും പാടില്ല. ഇനി ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതേപോലെ ഒരു ഉന്നക്കായുടെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പടിയിലൊരു വാഴച്ചപ്പും കൂടി വെച്ച് കൊടുക്കാം. അപ്പം എന്നാൽ താഴെയൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പം ഇത് 2 ട്രിപ്പായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരളവിൽ എനിക്ക് 18 കൽമാസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കുട്ടികൾ ആണപ്പത്തിൽ പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ചിട്ട് ഇന്ന് നോമ്പും ഉണ്ട്. അപ്പോൾ അവർക്കൊരു നേരം പോക്കും ആവും. അങ്ങനെ അതും ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്നത്തെ കുറച്ച് ഉന്നക്കായ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. ഇനി അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പ് ഇവിടെ മാങ്ങയൊക്കെ ചെത്തി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് സമയം വൈകുന്നേരം 5:30 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൽമാസ് പൊരിച്ചെടുക്കാനുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് തന്നെ ഒരു 2 വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചതും കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ അരിമാവിൽ മുളക് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അരിമാവും കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അതിന് ശേഷം മുളക് പൊടിയൊക്കെ ചേർത്ത് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും, നല്ലോണം മുളക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനത് വിട്ടുപോയതാണ്. ഇനി ഓരോന്നും ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അധികം ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ മുളകൊക്കെ ഇതിൽ പിടിച്ചാൽ മതി. ഇതിങ്ങനെ മുളകിൽ മുക്കി പൊരിക്കാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മാൻ്റെ കറിയും പത്തിലൊക്കെ ഏകദേശം ആവിട്ടുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് തംബ്നെയിൽ ഫോട്ടോസും കൂടി എടുത്തിട്ട് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനിടയിൽ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. നോമ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകാനുണ്ടാവാറുള്ളൂ. ഈ ഒരു കൽമാസിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓരോന്നായിട്ട് ടേബിളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അപ്പോഴേക്കും കുട്ടികളൊക്കെ ഇവിടെ സെറ്റായി ഇരുന്നിട്ടുണ്ട്. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു, എല്ലാവരും നോമ്പൊക്കെ തുറന്നു. പിന്നെ തലേന്നത്തെ കുറച്ച് വത്തക്കൊണ്ടുള്ള മിൻറ്റ് ലൈമും കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കരുത്, എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.